അപ്പൊ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങളുടെ ടൂറിന്റെ ആദ്യത്തെ ദിവസം. അപ്പൊ ഞങ്ങളുടെ രണ്ടാം ദിവസമാണ് കേട്ടോ അത് കാണാൻ പോകുന്നത്. അപ്പൊ അത് രണ്ടാം ദിവസം മൂന്നാം ദിവസം കൂടെ ഒന്നിച്ചാണ് കേട്ടോ ഞാൻ കാണിക്കണത്. കാരണം മൂന്നാം ദിവസത്തിൽ വലിയ കാര്യമായിട്ട് സ്ഥലങ്ങളൊന്നും പോയില്ല. അപ്പൊ ഫസ്റ്റ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ലുലു മോളിലാണ്. ലുലു മോളിൽ നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഗ്രൗണ്ട് ഫ്ലോർ ഇതുപോലത്തെ മക്ഡൊണാൾഡ്സിന്റെ ഐസ്ക്രീം കിട്ടുന്ന സ്ഥലം കാണാനായിട്ട് പറ്റും. അവിടെ ഇഷ്ടം പോലെ ഐസ്ക്രീം ഉണ്ട്. ഇപ്പോൾ പണ്ട് 25 രൂപയായിരുന്നു, ഇപ്പോൾ 35 രൂപയാണ് ഒരു ഐസ്ക്രീമിന്റെ വില. അപ്പോൾ ഞങ്ങൾ മക്ഡൊണാൾഡ്സിന്റെ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നടന്നു പോയത് പിള്ളേരുടെ സെഷനിലോട്ടാണ്. ഇഷ്ടം പോലെ റൈഡുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അടിപൊളി റൈഡുകളൊക്കെയാണ്. അപ്പൊ ഇതിനകത്ത് കയറാനായിട്ട് നമ്മൾ കൂപ്പൺ എടുക്കണം. അപ്പൊ ഞങ്ങളിത് കൂപ്പൺ എടുക്കാനായിട്ട് പോവുകയാണ്. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡ് ഇതാണ് കേട്ടോ. അത് നല്ല രസമുണ്ട്. അപ്പം ഞാൻ കൂപ്പണിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇടാം. നിങ്ങൾ ആദ്യമായിട്ട് വരുന്നവരാണെന്ന്. ഞാൻ 600 രൂപയുടെ കൂപ്പൺ എടുക്കുമ്പോൾ 708 പോയിന്റ് ആണ് കിട്ടുക. അപ്പം എനിക്ക് 1200 പോയിന്റ് ആണ് കിട്ടിയത്. 200 പോയിന്റ് കിട്ടാനായിട്ട് ഞാൻ ഏകദേശം 1180 രൂപയാണ് കേട്ടോ കൊടുത്തത്. കറക്റ്റായിട്ട് ഓർക്കണില്ല, കാരണം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന 1 മാസത്തിന് ശേഷമാണ്. അതാണ്ട് അത്രയും രൂപയാണ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് ഫ്രീ ഐസ്ക്രീമിന് പറഞ്ഞിട്ടൊരു കൂപ്പൺ കിട്ടി. അപ്പോൾ 3 കുട്ടികളുണ്ടാവുകൊണ്ട് ഞാൻ അതിനകത്ത് മേടിച്ചില്ല. മാത്രമല്ല അന്നേരം ഐസ്ക്രീം നിന്ന് മടുത്തിരിക്കുമായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കൂപ്പൺ ബാഗിൽ വെച്ചത് മറന്നുപോയി. അപ്പോൾ ഞാനിതിൻ്റെ കൂട്ടുകാരി സോണിയയ്ക്ക് കൊടുത്തു. പക്ഷെ അവള് പോയില്ല കേട്ടോ. 2 മാസം വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ കൂപ്പൺ നമ്മൾ ആ 2 മാസത്തിനിടയിൽ എപ്പോഴേലും ലുലുമാളി വരുവാണെങ്കിൽ നമുക്ക് മേടിക്കാം. പിന്നെ സ്കൂളൊക്കെ തുറക്കാറായല്ലോ. അപ്പോൾ ഇനി ലുലുമോൾ എന്തായാലും വരലുണ്ടാവില്ല. അങ്ങനെ വെറുതെ നമുക്ക് പൈസ ഇല്ലല്ലോ. അപ്പോൾ കുട്ടികളുടെ ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള നിലയ്ക്ക് വന്നതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലുലുമോളിലെ കുട്ടികളുടെ സെഷനിൽ കയറണം. നമ്മൾ 1200 രൂപ കൊടുക്കും. നമുക്ക് നഷ്ടമില്ല, കാരണം കുട്ടികൾക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ആണ്. ഇപ്പോൾ ഒരു ഹൈറ്റ് ഒക്കെ നോക്കിയിട്ടാണ് അതിനകത്ത് കയറ്റുന്നത്. അപ്പോൾ കുഞ്ഞൂസിന്റെ ഹൈറ്റ് ആണ് ശരിക്കും നോക്കേണ്ട ആവശ്യമുള്ളൂ. ആ ചുട്ടിനും കുഞ്ഞായിക്കും കണ്ടാൽ അറിയാം അവർക്ക് പൊക്കം ഇല്ല എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ പൊക്കമൊക്കെ നോക്കിയിട്ട് ഓരോ റൈഡിലോട്ടായിട്ട് കയറ്റുന്നുണ്ട്. ഫസ്റ്റ് ഒരു കുതിരപ്പുറത്ത് കയറാനാണ് പോകുന്നത്. കുഞ്ഞായിക്കുട്ടൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു അതിനകത്ത് കയറണമെന്ന്. അതുപോലെ ആച്ചൂട്ടനും പറഞ്ഞു അതിനകത്ത് കയറണമെന്ന്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ. അതിനകത്ത് കയറിയിരിക്കുമ്പോൾ അവരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഝാൻസി റാണി കുതിരപ്പുറത്ത് ഇരിക്കണ പോലെ തന്നെയാണ് കേട്ടോ അവരിയ്ക്കണത്. അപ്പോൾ അവരതിൻ്റെ അകത്ത് കയറാൻ പോവുകയാണ്. അപ്പോൾ അവരിപ്പോൾ ഇട്ടേക്കുന്ന ജീൻസിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് പുതിയൊരു ജീൻസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വന്ന് കഴിയുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇനി ഓർഡർ ചെയ്തേക്കുന്ന ജീൻസ് എന്ന് പറഞ്ഞാൽ ജോഗറിൻ്റെ ജീൻസാണ്, ഡെനിമിൻ്റെ ആണ്. അപ്പോൾ അത് ഫസ്റ്റ് ക്രൈ എന്നാണ് കേട്ടോ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് വരുമ്പോൾ ഞാനത് അൺബോക്സിങ് വീഡിയോ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ക്രൈയിൽ നല്ലധികം ഓഫറുണ്ട്. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഡ്രസ്സ് മേടിക്കാൻ നോക്കുന്നുണ്ട്, ഫസ്റ്റ് ക്രൈ ഒന്ന് കയറി നോക്കട്ടോ. പ്രൊമോഷന് വേണ്ടി പറഞ്ഞൊന്നുമല്ല, നല്ല ഓഫറുള്ള നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനിത് ഓഫ്ലൈനായിട്ട് മേടിച്ച ഡ്രസ്സാണ്. അപ്പോൾ കുതിരേനെ അവർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു, കുതിരയ്ക്ക് ബെൽറ്റ് ഉണ്ടോ, കൊച്ചുങ്ങളെ താഴെ വീടുന്നൊക്കെ ഓർത്ത്. അപ്പോൾ കുതിരയുടെ തലയിലൊരു കൊമ്പുണ്ട്. അപ്പോൾ അതേൽ പിടിച്ചോണ്ടാണ് കേട്ടോ ഇവരിയ്ക്കുന്നത്. കൊമ്പല്ല, ഒരു വടി പോലത്തൊരു സാധനം. എന്തായാലും പിള്ളേരെല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പേരൻസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത്രയും വലിയൊരു മെഷീൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തോരം എനർജി, എന്തോരം ഇലക്ട്രിസിറ്റി വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചാർജും പിന്നെ അവിടെ നിൽക്കുന്നവരുടെ ചാർജും മാത്രമാണ് അവർ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 1200 രൂപയ്ക്ക് എന്തായാലും എനിക്ക് വർത്തായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഓരോരുത്തരുടെ കൺസെപ്റ്റ് പോലെ ഇരിക്കും. പക്ഷെ എന്തായാലും നിങ്ങൾ ലുലുമോളിൽ വരുവാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കുട്ടികളെ ഇതിനകത്ത് കയറ്റണം. നല്ല രസമാണ് കേട്ടോ. കുട്ടികൾ അതിനകത്ത് കയറുമ്പോൾ ആ കുതിര പൊങ്ങും താഴും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നല്ല രസമുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു. അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുഞ്ഞായിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനകത്ത് കയറ്റില്ലെന്ന് പറഞ്ഞാൽ കുഞ്ഞായി കരഞ്ഞേ തോന്നുന്നു. സംഭവം കൊള്ളാം. പൈസ കൊടുത്തതിനേക്കാളും വർത്തി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? കരണ്ടയിലല്ലേ സാധനമൊക്കെ ഇറങ്ങണേ. ഇഷ്ടായിട്ടാ ആദ്യം വന്നപ്പോൾ ആദ്യം കുതിര ആദ്യം ഇതിനകത്ത് കാണുന്ന ആച്ചു പറഞ്ഞു.
ചേച്ചി ലുലു മോളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ വന്നിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. അപ്പം നിങ്ങൾക്കൊരു കാറോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ വരാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾ വൈറ്റിലോ ഹബ്ബിൽ വന്നിട്ട് മെട്രോയിൽ കയറിയാൽ മതി. അപ്പോൾ ലുലു മോളിന്റെ സെക്കൻഡ് ഫ്ലോറിൽ നിങ്ങൾക്ക് മെട്രോയിൽ നിന്ന് ഇറങ്ങാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ബസ്സിനാണ് വരുന്നതെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് എത്താനായിട്ട്. കാരണം ബസ്സിന് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഇച്ചിരി നടന്ന് ക്രോസ് ഒക്കെ ചെയ്ത് വരാനൊക്കെ ഇട്ടുണ്ട്. റോഡ് ക്രോസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും വൈറ്റിൽ വന്നിട്ട് മെട്രോ വഴി വരുമായിരിക്കും ഏറ്റവും എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കാറ് കൊണ്ട് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ പാർക്കിംഗ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലുലുമോളിൽ വരാനായിട്ട് ഒന്നും അറിയേണ്ടത്, നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ലുലുമോൾ കൊച്ചിയിൽ നിന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ മാപ്പ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വഴി പറഞ്ഞു തരും. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നല്ല അടിപൊളി സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നെങ്കിലും കുറച്ച് സമയമൊക്കെ എടുക്കൂട്ടോ, കാരണം അതുപോലെ തിരക്കാണ്. അപ്പോൾ അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡിൽ ഇതേ പുള്ളങ്ങൾ കയറിയിരിക്കണം. നമുക്ക് ഈ റൈഡ് ഒന്ന് കണ്ടാലോ? റൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ഞാൻ പറയാം. ഇത് ഫയർ വരുമ്പോൾ തീപിടുത്തം ഉണ്ടാകുമ്പോൾ കെടുത്താൻ പോകുന്ന ആ ഒരു വണ്ടിയുടെ മോഡലാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വെള്ളം ചീറ്റിക്കുകയാണ് ചെയ്യേണ്ടത്. ആ തീക്ക് അകത്തോട്ട് വെള്ളം ചീറ്റിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ആ ലൈറ്റ് കെടും. വീഡിയോ ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ, കാരണം ഇതിന് ഭയങ്കര സൗണ്ടാണ്. ഈ ഫയർ എഞ്ചിൻ അങ്ങനെ അടിക്കണതിന്റെ അലാറം അടിക്കണതിന്റെ ഒക്കെ സൗണ്ട്. അപ്പൊ നിങ്ങളിപ്പോ വീഡിയോ കൂടുതൽ ഞാൻ പറയണില്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്കുക കുട്ടികൾ ഇതിനകത്ത് കയറി ഓടിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും ഇഷ്ടാവും എന്തായാലും. അയ്യോ ബെൽറ്റ് ഒന്നുമില്ലേ? അത് കൊള്ളാം. ഇച്ചിരിയോടെ വലുതായി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, പക്ഷെ ഈ പ്രായത്തിൽ അടിപൊളിയാ. എനിക്ക് ചീറ്റിക്കാൻ പറ്റിയ ഒന്നുമില്ലല്ലോ ഇവിടെ. ക്ലാരിറ്റി ഉണ്ട്. ഞെക്ക് ആച്ചൂട്ടൻ, ഞെക്ക്. ആച്ചൂട്ടന്റെ വണ്ടിയിൽ വെള്ളം വന്നില്ലല്ലോ. ആച്ചൂന്റെ വണ്ടിയിൽ വെള്ളം വന്നില്ലല്ലോ. വെള്ളം ആച്ചൂന് ഞെക്കാൻ പറ. ഫയർ എഞ്ചിനാ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഇവിടെ ഏറ്റവും രസമുണ്ട് ഫയർ എഞ്ചിൻ. എനിക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈഡിൽ അമ്മമാർക്ക് കയറാൻ പറ്റുമോ എന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ കയറുമ്പോൾ നമ്മുടെ മാർക്ക്, അതായത് നമ്മുടെ പോയിന്റും കൂടെ അതിന് മൈനസ് ആവില്ല. ഇപ്പം ഇവർ 3 പേര് കയറിയപ്പോൾ അവർ ചില റൈഡിന് 120 രൂപ വെച്ചിട്ടാണ് കുറയ്ക്കുന്നത്, ചിലതിന് 100 രൂപ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ 1200 ആ പൈസ കുറഞ്ഞു. അപ്പോൾ ഞാനും കൂടി കയറിയിരുന്നെങ്കിൽ പിന്നെ ഒരാളുടെയും കൂടെ കുറഞ്ഞേനെ. പക്ഷെ എന്നാലും ഞാൻ അറിഞ്ഞില്ലായിരുന്നു, എന്നാലും ഞാൻ വലിഞ്ഞ് കയറിയേനെ. അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത റൈഡിൽ കയറാനായിട്ട് ഞാൻ ഉദ്ദേശിച്ച് വെച്ചേക്കുവാണ്. രണ്ടും കൽപ്പിച്ച് അടുത്ത് കണ്ട റൈഡിൽ ഞങ്ങൾ ചാടി കയറാൻ നോക്കുകയാണ്. അപ്പോൾ അതേ അച്ഛൻ കുഞ്ഞായി ആച്ചൂട്ടിനും കൂടെ ഒരു വട്ടച്ചക്രത്തിൽ കയറി. അപ്പം ഞാനും കുഞ്ഞൂസും കൂടെ ഒരു വട്ടച്ചക്രത്തിൽ കയറി. എനിക്ക് ധൈര്യം ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് പിന്നെ എൻ്റെ കൂടെ കയറാനായിട്ട് ആരും അങ്ങോട്ട് തയ്യാറാവണ്ടായില്ല. കുഞ്ഞൂസിന് മാത്രമേ ധൈര്യമുള്ളൂ. അതുകൊണ്ട് കുഞ്ഞൂസിനെ എൻ്റെ കൂടെ ഇരുത്തി. അപ്പോൾ കുഞ്ഞൂസിനോട് ഇരിക്കുമ്പോൾ എനിക്കും ഒരിച്ചിരി ധൈര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനും കുഞ്ഞൂസും കൂടെ ഒരു വട്ടച്ചക്രത്തിൽ കയറി. മറ്റൊരു 3 പേരും കൂടെ ഒരു വട്ടച്ചക്രത്തിൽ കയറി. അപ്പം ഞങ്ങൾ മുറുക്കെ പിടിച്ചിരിക്കുകയാണ്. പക്ഷെ എനിക്ക് ഇയറിൻ്റെ സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ മറന്നു. ഇത് വട്ടത്തിൽ കറങ്ങുന്ന ഒരു സാധനമായിരുന്നു. എനിക്കും തല കറങ്ങുന്നുണ്ട്. തിരിക്കാൻ
കുഞ്ഞേശ നമ്മള് വീഴോടാ. നീയാണ് എൻ്റെ ഒരു ധൈര്യം. അയ്യോ കുഞ്ഞേശ പിന്നെ ഇറങ്ങോടാ. അച്ഛനുള്ളായിരുന്നു അവർക്ക് പേടിയില്ല, പക്ഷെ അമ്മയ്ക്ക് പേടിയാ. നല്ല അടി വെച്ച് തരൂല്ലേ? എടാ കുഞ്ഞു ശരിക്ക് തല ഉറങ്ങൂടാ. എനിക്ക് തല ഇറങ്ങൂടാ, തല ഇറങ്ങൂടാ. തെറിച്ചു പോവാടാ മോനെ. പിടിച്ചിറക്കോ? ഗെയിം ഓവറോ? എന്നാ അടുത്താളെ കയറാ. കുഞ്ഞായി കയറ, കുഞ്ഞായി കയറ, കുഞ്ഞായി കയറടാ. മാറി ഇന്ന് അടുത്ത ആൾക്കാർ കയറൂടാ. ആ കൊച്ചു കയറുക. അടുത്തായിട്ട് വീഡിയോ ഗെയിമിൻ്റെ അകത്താണ് കയറുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സ്ക്രാച്ച് കാർഡ് വെച്ചിട്ട് കാണിക്കുക. അപ്പോൾ ഞങ്ങൾ 1-2 പ്രാവശ്യം കാർഡ് വലിച്ചുകൊണ്ടാന്ന് തോന്നുന്നു അധികം റൈഡിൽ കയറാതെ തന്നെ ഞങ്ങളുടെ കാർഡിൻ്റെ ബാലൻസ് തീർന്നു എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ ആകെ ഇത്രയും കാർഡ് കയറിയിട്ടുള്ളൂ, പക്ഷെ ഞങ്ങളുടെ കാർഡിലെ പൈസ തീർന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഒന്നിനും കയറാൻ പറ്റത്തില്ല. നിങ്ങൾക്കിത് കണ്ടിട്ട് വെറുതെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറുക. പക്ഷെ ഇന്ന് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കുട്ടികൾക്ക് ഇത്രയും ഒരു എൻ്റർടൈൻമെൻറ്റ് 1200 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എക്സ്പീരിയൻസ്, നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് മേടിച്ചാലോ നമ്മളിപ്പോൾ നല്ല ഫുഡ് കഴിച്ചാലോ അതിനേക്കാളും കൂടുതൽ അവരുടെ മനസ്സിന് സന്തോഷം കിട്ടുന്നതെന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഒരു വർഷത്തിലൊരിക്കലോ 1-2 പ്രാവശ്യം അത് വെക്കേഷൻ ടൈമിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ പിള്ളേർ വേണ്ട ഗെയിമിനകത്ത് കയറി ഇരുന്ന് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ കാർഡിലെ പൈസ തീർന്നാണ് പറഞ്ഞത്. അപ്പോൾ ആരും വന്ന് നോക്കുന്നു പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരാളെ വിളിച്ചുകൊണ്ട് വന്നു, പക്ഷേ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം ഞങ്ങൾ ടോയ്സിൻ്റെ ഷോപ്പിൽ വന്നേക്കുവാണ്. കുഞ്ഞാക്കുട്ടൻ അവിടെ കാറൊക്കെ എടുത്ത് കറക്കി വിടുന്നുണ്ട്. എങ്ങുമില്ലാത്ത റേറ്റാണ് കേട്ടോ ഇവിടെ കയറി. ഇപ്പം ഞാൻ കരഞ്ഞു പോയി, കാരണം കുഞ്ഞാക്കുട്ടൻ കരച്ചിട്ട് തുടങ്ങി. അവളെല്ലാ സാധനങ്ങളും എടുത്തിട്ട് അമ്മയെ മേടിച്ചതാന്ന് പറഞ്ഞു. ഞാൻ 500-600 ഉള്ളൂ, ഇപ്പം തന്നെ മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നപ്പോഴത്തേനും വില കണ്ട് ഞാൻ ഞെട്ടി. എല്ലാത്തിനും 1500, 2000 അത്രയൊക്കെയാണ് ഇട്ട് വെച്ചത്. അതായിരിക്കുന്ന വെള്ളം കുടിക്കുന്ന സിപ്പർ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ വില 799 രൂപ. അല്ലാട്ടോ ആ സിപ്പറിൻ്റെ വില 1000 രൂപയാണ്. അതേ വീഡിയോയിൽ അവർ ചോദിക്കുമ്പോൾ വില പറയുന്നുണ്ട്. 799 സിപ്പർ വേറെ സ്ഥലത്താണ് കേട്ടോ കണ്ടത്. താഴത്തെ ഗ്രോസറി ഷോപ്പിലാണെന്ന് കണ്ടത്. ഇതിന് 1000 രൂപയാണ്. അപ്പം നിങ്ങൾ കുട്ടികൾക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ സെക്ഷനിൽ നിന്ന് മേടിക്കാതിരിക്കുക. പിന്നെ ഞാൻ ക്ലേ മേടിക്കാനായിട്ട് അവളെയും കൊണ്ട് അപ്പുറ സൈഡിലോട്ട് പോയി. പക്ഷേ ക്ലേ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ക്ലേയുടെ വലിയൊരു പെട്ടി അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര റേറ്റിൻ്റെയാണ്. അപ്പം നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലേ എങ്ങനെ വീട്ടിലുണ്ടാക്കുക എന്നുള്ളതിന്. അത് നമ്മൾ 110 രൂപയുടെ വലിയ കിറ്റായിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എത്ര ക്ലേ വേണേൽ നമുക്ക് ആ കിറ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വലിയ പാക്കറ്റ് ക്ലേക്ക് അവർ ചാർജ് ചെയ്യുന്നത് ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണ് കേട്ടോ. ഇവിടുത്തെ എല്ലാ സാധനങ്ങളും. അതുപോലെ കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും കരഞ്ഞുകൊണ്ട് ഇറങ്ങത്തുള്ളൂ. കണ്ടത് അവർ പറയുന്നുണ്ട് 1000 രൂപയാണെന്ന്. അതുപോലെ തന്നെ ആ കാണുന്ന കാറ് മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ വില ചോദിച്ചപ്പോൾ അതിന് 1300 രൂപയാണ് കേട്ടോ അവർ പറഞ്ഞത്.
അതുപോലെ തവളയ്ക്കാണെങ്കിലും ഏകദേശം അത്ര റേറ്റ് തന്നെ പറഞ്ഞു. ഈ വണ്ടിക്ക് അപ്പം നിങ്ങൾ ടൂറായിട്ട് ലുലു മോള് തന്നെ ഫോക്കസ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ മേടിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു 3 days ട്രിപ്പായിട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് മേടിക്കാനായിട്ട് സാധിക്കില്ല. കാരണം നമുക്ക് വേറെയും ചിലവുകളുണ്ടല്ലോ, റെൻറ്റ്, മറ്റേ പെട്രോള്, വീടിൻ്റെ മറ്റേ വണ്ടിയുടെ പൈസ, അങ്ങനെ ഒത്തിരി നോക്കുമ്പോഴത്തേനും ഒരു വലിയ ബജറ്റ് തന്നെ വരും. പിന്നെ ഫുഡിന് തന്നെ നല്ലൊരു എക്സ്പെൻസ് വരും. ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഫുഡ് ലുലു മോളിൽ നിന്നാണ് ഞങ്ങൾ എല്ലാ നേരവും ഫുഡ് എടുത്തത്. കാരണം ഫുഡ് പോയ്സണിങ് വന്നാലെന്ന് മേടിച്ചിട്ട്. ഏറ്റവും വിചിത്രമായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ട്രിപ്പിലൊന്നും പിള്ളേർക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. പിന്നെ ടൂറൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ട വന്നത്. അതിനകത്ത് ആച്ചൂട്ടൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി ഫുഡ് പോയ്സണിങ് ആയിട്ട്. പക്ഷേ ഞങ്ങൾ ടൂറിൻ്റെ ടൈമിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ആച്ചൂട്ടൻ്റെ അച്ഛൻ വീട്ടിൽ കൊച്ചൊക്കെ അഡ്മിറ്റ് ആയിരുന്നു ഫുഡ് പോയ്സണിങ് ആയിട്ട്. അപ്പോൾ എന്തായാലും അത് ഞങ്ങൾ അന്നേരം ആ സമയത്ത് ഞങ്ങൾ ട്രിപ്പിലായിരുന്നു. ഇവിടെ നിന്ന് ഫോൺ വന്ന സമയത്ത് അത് കഴിഞ്ഞ് കുട്ടികൾ അങ്ങോട്ടേക്ക് പോയി. പിന്നെ അവരും ആച്ചൂട്ടനാണ് ഫുഡ് പോയ്സണിങ് വന്നിട്ട് പിന്നെ 3 പേര് ഛർദ്ദിച്ചിരുന്നു. പക്ഷേ 3 പേർക്കും ബെറ്റർ ആയെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ആച്ചൂട്ടൻ നല്ല പനി പിടിച്ച് കിടപ്പായിരുന്നു. അപ്പോൾ ആച്ചൂട്ടനെ കൊണ്ട് 2 ഹോസ്പിറ്റലിൽ പോയി. പക്ഷേ ബെറ്റർ ആവണില്ല. പിറ്റേ ദിവസം തന്നെ ഒരു ഞായറാഴ്ചയായിരുന്നു അടുത്ത കാഷ്വാലിറ്റി കൊണ്ടുവന്നു. അങ്ങനെ അഡ്മിറ്റ് ആവുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്യൂ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ചൂണ്ടയിടുന്ന ഒരു ഗെയിം ഉണ്ട് അവിടെ. അപ്പോൾ അവർ തല്ലി ഓടിക്കുന്നതിന് മുന്നേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കുറേ നേരം അവിടെ നിന്നുകൊണ്ട് കളിക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾ അവർക്കൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായില്ല. പിന്നെ കുഞ്ഞായിക്കുട്ടൻ്റെ ഒരു സെഷനിൽ വന്നു. അപ്പോൾ അവിടെ ബോട്ട്സുകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഈ ബോട്ട്സ് ഏതെടുത്താലും 299 രൂപയാണ്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിന് ഞാൻ അവിടെ എടുത്തോളാൻ പറഞ്ഞു. 500 താഴെയല്ലെന്ന് ഞാൻ ആശ്വസിച്ചു. അപ്പം ഞാൻ മറ്റവർക്ക് ഓരോ ബോട്ട്സ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ തിരിച്ച് അവരുടെ അടുത്ത് ഇരുന്നിട്ട് അവർ വിളിച്ചിട്ട് അവർ വന്നില്ല. അവർ ഗെയിമും കളിച്ചൊരു സൈഡിലിരിക്കുകയാണ്. അവർക്ക് ബോട്ട്സ് വേണ്ടാന്ന് പറഞ്ഞു. ഞാനത് കേട്ടിട്ട് വണ്ടറടിച്ചു. അപ്പോൾ ഞാൻ കുഞ്ഞാക്കുട്ടനോട് കഴിക്കാൻ എന്തെടുക്കാമെന്ന് പറഞ്ഞു. അവനാണ് ഡോണറ്റ് എടുത്ത് വണ്ടിയിലിട്ടു. പക്ഷേ ബ്ലാക്ക് കളറ് ഔട്ടറുള്ള പുറത്ത് ക്രീം വെച്ചിട്ടുള്ള ഡോണറ്റ് ഉണ്ടായിരുന്നു. അതിന് ഓഫർ ഇട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ എടുത്തില്ല. കാരണം ഡാർക്ക് കളർ ആകുമ്പോഴത്തേനും ബ്ലാക്ക് കളർ ആകുമ്പോഴത്തേനും കയ്പുണ്ടാവും എനിക്ക് തോന്നി. കുഞ്ഞാക്കുട്ടാ, ഇത് എന്തായിരുന്നു നമ്മൾ വിളിച്ചത്? ബ്രോസ്റ്റഡ് ചിക്കൻ, ഡ്രം സ്റ്റിക്ക്, ഇവിടെ തടാവും. ഇത് ബ്രോസ്റ്റഡ് ചിക്കൻ സാൻഡ്വിച്ചോ, ഷവർമ 125, 120. പോട്ടെ. പിന്നെ കേട്ടാ, ഇപ്പം നമ്മൾ എന്താണ് എടുത്തത്? കെച്ചപ്പ്. നമുക്ക് അവിടെ പോയി ഡൂ എടുത്തിട്ട് വരാം. മൗണ്ടൻ ഡ്യൂ വേണം. സെവണപ്പാണ്. സെവണപ്പ ടേസ്റ്റ് അല്ലേ? ബാ. ഇത് അമ്മയുടെ പോയത്ത് 2 ബാഗ്. ഒരെണ്ണം കുഞ്ഞാക്കുട്ടൻ്റെയാ, കുഞ്ഞൂശിൻ്റെയാ. കുഞ്ഞെ ഗ്യാസ് കളയരുത് കേട്ടോ, പെട്ടെന്ന് അടച്ചു വെക്കണേ. ബ്രൗൺ കളറിലുള്ള ഒരു ഡോണറ്റായിരുന്നു ഞങ്ങളത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ പിള്ളേർ മടുത്തു പോയായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഞങ്ങൾ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് പാർക്കിങ്ങിൽ ഇരുന്ന് തന്നെ ഞങ്ങൾ മേടിച്ച സാധനങ്ങൾ ഷവർമയും ചില്ലി ചിക്കനല്ല ചിക്കൻ ഫ്രൈ ഒക്കെ തിന്നു. അപ്പോൾ ബാലൻസ് പിന്നെയും ഒരു ചെസ് പീസ് ഫുള്ള് ബാലൻസ് വന്നു. അത് രാത്രി ഞാനെടുത്ത് കഴിക്കുകയും ചെയ്തേ. കാരണം പിള്ളേർ കഴിച്ച് തീർക്കണ്ടല്ലോ, ഡോണറ്റിന് വേസ്റ്റിലിടുകയും ചെയ്തു. കാരണം വയറിലെ സ്ഥലമില്ലായിരുന്നു പിള്ളേർക്ക്. അപ്പം ഞങ്ങൾ വണ്ടിയിലിരുന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് വാട്ടർ മെട്രോ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷെ അത് തീരുമാനം പെട്ടെന്ന് മാറ്റി. പിള്ളേർക്ക് അവിടെ ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചെറായി ബീച്ചിലോട്ട് പോയി. പക്ഷെ കടലിനോട് വർത്താനമൊക്കെ പറയണ്ട കേട്ടോ. കുറേ നേരം ഇത് വർത്താനമൊക്കെ പറയുന്നത് ഞങ്ങൾ ഓർമ്മയുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും തമാശയായിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞൂസിൻ്റെ കാര്യം നല്ല വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ അവള് ഞാൻ വിഷുക്കന്നിരം കൊടുത്ത പൈസ അവൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവള് ബീച്ച് ടോയ്സ് മേടിച്ചു. അപ്പോൾ ഈ ബീച്ചിൽ പോയി ചേരുന്ന എല്ലാവരും മേടിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അതേയും
വെള്ളം നിറയ്ക്കണ മണ്ണ് വാരണ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആച്ചൂട്ടൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു കൊച്ചിൻ്റെ എല്ലാം ഇരിക്കണുണ്ട്. അപ്പോൾ എന്നോട് മേടിക്കാൻ പറഞ്ഞു. അപ്പോൾ തൊപ്പിയും എല്ലാം കൂടെ മേടിച്ചപ്പോൾ തന്നെ 3 പേർക്ക് തൊപ്പി തന്നെ മേടിച്ചപ്പോൾ ഒരു തൊപ്പി 150 രൂപ വെച്ചിട്ടാണ് ചാർജ്. അപ്പോൾ നല്ലൊരു പൈസ അങ്ങനെ തന്നെ വന്നായിരുന്നു. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ മേടിച്ചു കൊടുത്തില്ലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം അവർ എന്നിട്ട് ആ പൈസ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ ആച്ചൂട്ടൻ ഒരു 100 രൂപ കുടിക്കലും ഇട്ട് ഒരു 100 രൂപ കയ്യിലുണ്ടായിരുന്നു. എന്നിട്ട് ബാക്കി അമ്മ കൊടുത്തോളാൻ പറഞ്ഞിട്ട് 100 രൂപ എനിക്ക് തന്നു. അപ്പം ഞാനത് വേഗം അവൾക്ക് ആ ടോയ് മേടിച്ചു കൊടുത്തു. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. കുഞ്ഞൂസും അത് മേടിച്ചു. അപ്പോൾ കുഞ്ഞായിക്ക് വേണ്ടാന്നും പറഞ്ഞു. കുഞ്ഞായി സൈഡിൽ നിൽപ്പുണ്ട്. അവള് ബുദ്ധിശാലിയാണ്. അവളുടെ പൈസയൊക്കെ അവൾ കുടിക്കലിട്ട് വെച്ച് എന്നിട്ട് അവൾ ബോസ് മാത്രം എന്നെ കൊണ്ട് മേടിപ്പിച്ച് എന്നിട്ട് അവൾ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിൽക്കുവാണ്. എന്തായാലും പിള്ളേർ ഭയങ്കര ഹാപ്പിയാണ് ടോയ്സ് ഒക്കെ കിട്ടിയ കാരണം കൊണ്ട്. പക്ഷെ വേലിയേറ്റത്തിന്റെ സമയമായതുകൊണ്ട് ആ സെക്യൂരിറ്റി വിസിലടിച്ച് എല്ലാവരും പുറത്തേട്ട് കയറ്റുമായിരുന്നു. ഇപ്പോൾ വന്നാൽ ശരിക്കും പറഞ്ഞ് നഷ്ടമായിപ്പോയി. ഒരു പ്ലാനിങ് ഇല്ലാത്ത പരിപാടിയായിപ്പോയി. എന്തായാലും പിള്ളേർ കുറച്ചു നേരം വളർത്തി കളിച്ച് പക്ഷെ തിരമാല ഭയങ്കരമായിട്ട് അടിച്ചു കയറി. അപ്പം നിങ്ങൾ ചെറിയ ബീച്ചിൽ പോകുമ്പോൾ ഒരിക്കലും സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങരുത് കേട്ടോ. തിര നമ്മുടെ അടുത്തേട്ട് വന്ന് നമ്മൾ അടിച്ചു മറിച്ചിടും. അപ്പോൾ എൻ്റെ കയ്യിൽ അന്നേരം ശ്രവണപ്പുണ്ടാകുന്നുള്ളൂ. അത് വെച്ചിട്ട് ഞാൻ പിള്ളേരുടെ മുഖമൊക്കെ കഴുകി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്ത് അവിടെ പെയ്ഡായിട്ടുള്ള റൂംസ് ഉണ്ട് കുളിക്കാനൊക്കെ ആയിട്ട്. അവിടെ പോയി 3 പേരും കുളിച്ചു. കുഞ്ഞാക്കുട്ടൻ കുളിച്ചില്ല. അവള് ജസ്റ്റ് വെള്ളം മേത്തേക്കൂടെ ഒഴിച്ചു. അവൾക്ക് ഡ്രസ്സ് ഇങ്ങനെ മാറുന്നതിനൊന്നും ഇഷ്ടമില്ല. അവള് പറഞ്ഞു റൂമിൽ പോയിട്ടാ മാറത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നനഞ്ഞ ഡ്രസ്സ് ഇട്ടുകൊണ്ട് കാറി കയറി ഇരുന്ന്. അപ്പൊ ഞങ്ങൾ അങ്ങനെ നേരെ തിരിച്ച് റൂമിലോട്ട് പോയിട്ട് പക്ഷെ ആ റൂമിൽ തന്നെ അല്ല ഞങ്ങൾ പോയത്. ഞങ്ങൾ വേറെ റൂം എടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ ചെറായി ബീച്ചിന്റെ അടുത്ത് തന്നെ റൂം എടുത്തുകൊണ്ട് എ സി റൂമിനൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു. അപ്പൊ നോൺ എ സി എടുത്തിട്ട് തന്നെ 1350 രൂപയായിട്ടോ. അപ്പോൾ അത്രയും ഹൈ റേറ്റ് ആയിരുന്നു. പിന്നെ അവള് അവിടെ ചെന്ന് ഡ്രസ്സൊക്കെ മാറി. എനിക്ക് നല്ല തലവേദനയാണ്. ഞാൻ ഡ്രസ്സ് മാറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിച്ചിട്ടാണ് കുളിക്കാനൊക്കെ കയറിയത്. അപ്പോൾ ഇത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയ സ്ഥലമാണ്. ഇവിടെ പുട്ടും മീൻകറിയും ചില്ലി ചിക്കനും ഒക്കെ കൊണ്ടുപിടിച്ച് ഓർഡറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ആരും തിന്നില്ല. മൊത്തം അവിടെ മതിയാക്കി വെച്ച് എണീച്ചു പോയി. എന്തിനാടാ ലുക്ക് പുട്ടിനാ? അല്ല നിനക്ക് പൊറോട്ട വേണ്ടാത്ത ചപ്പാത്തി പറഞ്ഞത് ആച്ചുമ പൊറോട്ടയില്ലേ തിന്നാ സുഖം. ചപ്പാത്തി പക്ഷെ ഹെൽത്തി പുട്ടും ചപ്പാത്തിയും നല്ല ഹെൽത്തിയാണ്. ആയാലും ഞങ്ങൾ ചെറായി ബീച്ചിൻ്റെ അവിടെ വന്ന് റൂം എടുക്കാന്നുള്ള ഡിസിഷൻ ഭയങ്കര റോങ് ആയിപ്പോയി. കാരണം കടുത്ത ചൂടായിരുന്നു. അപ്പോൾ എ സി റൂമൊന്നും കിട്ടിയില്ല. നോൺ എ സി തന്നെ എടുത്തിട്ട് 1350 രൂപയോളം വന്നു. ഞങ്ങൾ ചൂടെടുത്ത് പക്ഷെ ഉറങ്ങിയിട്ടും കൂടി ഇല്ല. അത് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഉള്ളൊരു മാനേജറാണെന്ന് തോന്നുന്നു. അവിടുത്തെ റിസോർട്ടിൻ്റെ മാനേജർ പറഞ്ഞു ഇവിടെ അടുത്ത പിള്ളേർക്ക് പറ്റിയ ബോട്ടിംഗ് ഉണ്ടെന്ന്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയപ്പോൾ എന്നതുവാ നടുക്കടലിലോട്ട് പിള്ളേരെ കൊണ്ട് പോകുന്ന എന്തോ റൈഡാണ്. അപ്പോൾ ആ മാനേജർ ഒരു തമിഴനായിരുന്നു. ഇവർക്ക് എന്തോ കമ്മീഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ആ റിസോർട്ടിൽ വരുന്ന പോലെ ഇങ്ങനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വല്ല കമ്മീഷൻ കിട്ടുമായിരിക്കും. അപ്പം എന്തായാലും കരിഞ്ഞ വെയിൽ പിള്ളേർ കുറേ കാക്കയൊക്കെ പെറുക്കി എടുത്തു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി കരിമീനും ചോറും ഒക്കെ കഴിച്ചു. വിശപ്പിൻ്റെ ആധിക്യം കൊണ്ട് വീഡിയോ എടുക്കാൻ മറന്നു. ഞങ്ങൾ കഴിച്ചിട്ടുള്ളത് വെച്ച് ഏറ്റവും അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അത് ശിവേട്ടൻ്റെ കട എന്നായിരുന്നു കേട്ടോ ആ കടയുടെ പേര്. അപ്പോൾ നിങ്ങളിത് വരുമ്പോൾ നിങ്ങൾ ശിവേട്ടൻ്റെ കട എവിടെയാണെന്ന് ചോദിച്ചിട്ട് പോയി കഴിക്കുക. കാരണം അത്യാവശ്യം നല്ല ഡീസൻറ്റ് ഫുഡായിരുന്നു. ടേസ്റ്റ് ചോറും മീൻകറിയൊക്കെ ആയിരുന്നു. പിന്നെ അത് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഐസ്ക്രീം കഴിച്ചു. പിള്ളേർക്ക് എല്ലാവർക്കും ഐസ്ക്രീമാണ് എടുത്തത്. പിന്നെ പിള്ളേരുടെ അച്ഛൻ ഫ്രൂട്ട് സലാഡായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പോണ വഴിയിൽ പുഴ കണ്ടു. അപ്പോൾ പുഴയുടെ സൈഡിൽ നിർത്തി ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ മെട്രോയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
മെട്രോ നിങ്ങൾ പോയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും കുട്ടികളെ കൊണ്ട് പോകരുത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ പറയത്തുള്ളൂ. എന്തായാലും ഞങ്ങൾക്ക് അബദ്ധം പറ്റി. ഞങ്ങൾ പോയത് ഒരു ഹോളിഡേയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിഞ്ഞ തിരക്കായിരുന്നു. അപ്പോൾ വാട്ടർ മെട്രോയുടെ അടുത്തുള്ള പാർക്കിങ്ങിൽ നമ്മൾ വണ്ടി നിർത്തി. അവിടെ പേൻ പാർക്കായിരുന്നു. 20 രൂപയോ 10 രൂപയോ എങ്ങാണ്ടാണ് കൊടുക്കുന്നത് കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു കുപ്പി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. കുപ്പി വെള്ളം നമുക്ക് അകത്തേട്ട് കയറ്റാൻ അവർ സമ്മതിക്കില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഭക്ഷണം കയറ്റാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന സ്നാക്സ് മേടിച്ചതൊക്കെ പുറത്തിരുന്ന് തിന്ന് ചേർത്തിട്ടാണ് അകത്തേട്ട് കയറിയത്. ഫുഡ് അകത്ത് അലൗഡ് അല്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ് വാട്ടർ മെട്രോയിലോട്ട്. കരിഞ്ഞ വെയിലായിരുന്നു. ഞങ്ങളോട് ചെന്നപ്പോഴത്തേക്കിനും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് 2 മണി 3 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വൈകിട്ട് ഹോസ്പിറ്റലിൽ കയറേണ്ടതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വെച്ച് പിടിച്ചു അങ്ങോട്ടേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെയും 1 മണിക്കൂർ താമസം ഉണ്ടായിരുന്നു ടിക്കറ്റ് കിട്ടാനായിട്ട്. ഭയങ്കര ക്യൂ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മടുത്തു. അതിൻ്റെ ഇടയിൽ ഒരു അപ്പാപ്പൻ കടലേ കൊണ്ട് തരുന്നുണ്ടായിരുന്നു. കുഞ്ഞുസ് അതൊക്കെ മേടിക്കണ്ടായിരുന്നു. അതുപോലെ ബദാമപ്പൊടിയോ അങ്ങനെ ഒരു സാധനമില്ലേ, സോൻ പപ്പടി എന്ന് പറഞ്ഞിട്ട്, അതും മേടിച്ചു പിള്ളേർ. പക്ഷെ അതെല്ലാം മേടിച്ചുകൊണ്ട് ഞങ്ങൾ ബോട്ടിൽ ഇരുന്ന് തിന്നാന്നും പറഞ്ഞ് അകത്ത് കയറിയപ്പം അവർ പറഞ്ഞു ഫുഡ് ഐറ്റംസ് അലൗഡ് അല്ലെന്ന്. പിള്ളേർ ക്യൂ നിന്ന് മടുത്തത് നിലത്ത് തറയിൽ കിടക്കുവാണ് കേട്ടോ. കുഞ്ഞൂസും കുഞ്ഞായി ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ തറയിൽ പടിഞ്ഞ് കിടക്കുവാണ്. കുറേ നേരമായതുകൊണ്ട് എല്ലാവരും വിഷമിച്ചോട്ട് ക്യൂവിൽ നിന്ന് ശരി 1 മണിക്കൂർ ദുരന്തമാണ് കേട്ടോ. ശരിക്കും അവിടെ നിന്ന് മടുക്കും. മറ്റേ പ്രൈവറ്റ് ബോട്ടിലാണെന്നുണ്ടെങ്കിൽ 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കയറാനായിട്ട് പറ്റും. ഒരാൾക്ക് 200 രൂപയാണ്. ഇതിപ്പോൾ നമുക്ക് 4 പേർക്കോടെ 5 പേർക്കോടെ 200 രൂപയാണ് ആയുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തായാലും പതുക്കെ സ്ലോയിൽ കയറി കാരണം കൊണ്ട് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് പിള്ളേരുടെ മുഖം ആകെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം പേരൻസിൻ്റെ കൂടെ ഇരിക്കുന്ന പിള്ളേർക്ക് സന്തോഷം. എന്തായാലും വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ പോവുകയാണെന്നൊരു ഫീല് പോലും കിട്ടത്തില്ല കേട്ടോ. കാരണം വെച്ചാൽ നമ്മളൊരു തോണി കയറുന്നൊരു ഫീലല്ല. കാരണം ഒട്ടും കുലുക്കം ഇല്ലാത്ത ഒരു യാത്രയായിരുന്നു കേട്ടോ. അതായത് AC റൂമിനകത്തൊക്കെ ഇരുന്ന് നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിള്ളേർ ഇരിക്കാൻ സ്ഥലം കിട്ടാത്തതുകൊണ്ട് ഓരോ വിൻഡോ സൈഡിൽ കൂടെ ഇരുത്തി തരുന്നുണ്ട്. അവരത്ര മൂഡ് ഓഫ് ആയിരുന്നു, അത്ര ഹാപ്പി ആയിരുന്നില്ല. ഞങ്ങളെല്ലാവരും അവിടെ തൂങ്ങി പിടിച്ച് നിൽക്കുവാണ്. പാച്ചൂട്ടനായാലും അവിടെ തെക്ക് വടക്ക് നടക്കുന്നുണ്ട്. അപ്പം എന്തായാലും പിള്ളേർ ഇതിന് വെള്ളത്തിൽ ബോട്ട് വെള്ളത്തിലായത് കൊണ്ട് പുറത്തോട്ട് ഇറങ്ങി പോകത്തില്ല, ഇതിൻ്റെ അകത്തോടെ തന്നെ നടന്നോളുമല്ലോ. ഇപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് എൻ്റെ പിള്ളേരെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ പുറത്തെ കാഴ്ചകളൊക്കെ കാണുമായിരുന്നു. അപ്പോൾ ഞാൻ മൊബൈൽ കുഞ്ഞൂസിൻ്റെ കൊടുത്തു. അവിടെ ഒരു സൈഡിൽ 2 പേര് ഇടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ ഞാൻ കുഞ്ഞൂസിനെ അവിടെ കൊണ്ടിരുത്തി. എന്നിട്ട് അവളുടെ കയ്യിൽ മൊബൈലും കൊടുത്തു. അപ്പോൾ അവളോട് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവൾ ഷൂട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ കുഞ്ഞൂസ് ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് അവരുടെ ഇടയിലാണ് ഞാൻ കൊണ്ടിരുത്തിയത്. അപ്പോൾ ഇനി ഉള്ള കാഴ്ചകളൊക്കെ കുഞ്ഞൂസാണ് കേട്ടോ ഷൂട്ട് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നിന്നോണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ആൾക്കാരുടെ തല മാത്രമാണ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ നിങ്ങൾക്ക് വാട്ടർ മെട്രോയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പോയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നിങ്ങൾക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷേ കുട്ടികളെയും കൊണ്ട് പോകാതിരിക്കുക. കുട്ടികൾക്ക് അതൊക്കെ മനസ്സിലാകുന്ന ഒരു പ്രായമാകുമ്പോൾ കൊണ്ടുപോയാൽ മതി. ഇപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെയും 1 മണിക്കൂറോളം ക്യൂവിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട്. നിങ്ങളിപ്പോൾ കപ്പിൾസ് മാത്രമേ ഉള്ളൂ, കുട്ടികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോകാൻ പറ്റും. അതുപോലെ ലവേഴ്സിനൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ്. കാരണം കുറേ സമയമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ. അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് മൂഡിലുള്ളവർക്കൊക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ അത്. ഞാനിപ്പോൾ ക്യൂവിൽ നിന്ന് കാര്യം എടുത്തെടുത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂവിൽ നിന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ. കാരണം അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെ പുറത്തോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ ആണ്. അതേണ്ട അപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് സൂര്യൻ്റെയും കൂടെ ഫോട്ടോ അവൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാമറാമാൻ അമേയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന നല്ല വ്യൂ ആണ്. പുറത്തത് ഒരു കപ്പലെടുപ്പുണ്ട്, ഒരു ചരക്ക് കപ്പലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു കപ്പലല്ലേ ബോട്ടാണോ, കപ്പലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ അപ്പോൾ പുറത്തിട്ട് ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ അപ്പുറത്തെ സൈഡിൽ ചെന്ന് ഇറങ്ങി. അപ്പോൾ തന്നെ ഞങ്ങൾ ക്യൂവിൽ നിന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ബോട്ടിൽ കയറി തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട് സീറ്റൊക്കെ കിട്ടി കേട്ടോ. പക്ഷെ കടലയൊക്കെ കഴിക്കാനും കൂടെ ഇവർ അനുവദിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് ലേസൊക്കെ തിന്നുകൊണ്ട് പിള്ളേർക്ക് ഇരിക്കുവാണെങ്കിൽ ഇച്ചിരിയും കൂടെ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ഇതിപ്പോൾ പിള്ളേർ കയറണതിന് മുന്നേ ഫുഡൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് അവിടുന്ന് പട്ടാളക്കാർ പോലത്തെ ഡ്രസ്സിട്ട് കുറേ പേര് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പിള്ളേർ മൊത്തം കഴിച്ച് ചേർത്തിട്ടാണ് കയറിയത്. അപ്പോൾ ഈ ടൂറ് അടിപൊളിയായിരുന്നു കേട്ടോ. പിള്ളേർക്ക് ഫുഡ് പോയ്സണിങ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രത്യേകം പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹോട്ടലുകളിലും കാര്യങ്ങളിലൊക്കെയാണ് പോയത്. അപ്പോൾ ലുലു മോളിൽ നിന്നാണ് മാക്സിമം ഫുഡ് മേടിച്ചത്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് തന്നെ നമുക്ക് കിട്ടും.
അപ്പം നിങ്ങൾ അങ്ങനെ ഫുഡിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ പ്രിക്കോഷൻസ് എടുത്തിട്ടും പിള്ളേർ വീട്ടിൽ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് ഛർദ്ദിച്ചു. അതിപ്പോൾ നമ്മൾ ടൂർ പോയതിൻ്റെ ഒന്നും അല്ല, അവിടെ വീട്ടിലെല്ലാവർക്കും ഫുഡ് പോയ്സണിങ് ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിരുന്നു. അപ്പം അങ്ങോട്ടേക്ക് ചെന്നതുകൊണ്ടാണ് പിള്ളേർക്ക് അസുഖം വന്നത്. അപ്പം എന്തായാലും ഇപ്പോൾ പിള്ളേരും സർവൈവ് ചെയ്തു. അവരിപ്പോൾ 3 പേരും ഓരോ ദിവസം ഇത് ഛർദ്ദിച്ചു. പക്ഷെ ആച്ചൂട്ടിന് പിന്നെ സ്റ്റൊമക്ക് ഇൻഫെക്ഷൻ ആയി. അങ്ങനെ അവൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായി, ഹെൽത്തൊക്കെ റീഗെയിൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ആൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സങ്കടത്തിലായിരുന്നു. അതാണ് 1-2 ആഴ്ചയായിട്ട് വീഡിയോസൊന്നും ഇടാതിരുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഹെൽത്ത് വീഡിയോസൊന്നും അങ്ങനെ വരുന്നതായിരിക്കില്ല. കാരണം ഒത്തിരി എഫേർട്ട് അതിൻ്റെ പുറകിലുണ്ടായിരിക്കും. പിന്നെ വ്യൂസ് ആണെങ്കിൽ ഭയങ്കര കുറവാണ്. അപ്പോൾ കൂടുതൽ ഡേ ഇൻ മൈ ലൈഫ്, അതുപോലെ കുഞ്ഞു കുഞ്ഞു ലൈഫിലെ കുഞ്ഞു കുഞ്ഞു ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ വീഡിയോസായിട്ട് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട്, വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ വെള്ളത്തിൽക്കൂടിയൊക്കെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോകണം. എൻ്റെ ലൈഫിൽ ഞാൻ ആകെ 2 പ്രാവശ്യമാണ് വെള്ളത്തിൽ പോയിട്ടുള്ളൂ. ഇതാണ് കേട്ടോ 2ാമത്തെ പ്രാവശ്യം. കുഞ്ഞായിക്കുട്ടന് പിന്നെ 3 കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ 3 കളിപ്പാട്ടം കൂടെ മേടിച്ചു. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്നതിന് 50 രൂപ വെച്ചാൽ വന്നോളൂ. മറൈൻ ഡ്രൈവിൽ നിന്നാണ് മേടിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ ടൈമിൽ എത്തേണ്ട കാരണം കൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്നു. പക്ഷെ എന്തായാലും ഫുഡും കൂടെ കഴിച്ചിട്ട് പോന്നാൽ മതിയായിരുന്നു. പിള്ളേർക്ക് വിശക്കൊക്കെ ചെയ്തെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് കേട്ടോ ഇത്. അപ്പോൾ കൊച്ചിനും ഫുഡ് പോയ്സണിങ് വന്നിട്ട് പനി വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അതാണ് എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് പകൽ ആച്ചൂൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പം അവൾക്ക് എപ്പോഴും മൂത്രമൊഴിക്കാനും ടോയ്ലറ്റിലൊക്കെ പോകണമായിരുന്നു. ഈ ഫ്ലൂയിഡ് ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ ഫുഡൊന്നും കഴിക്കണ്ടായില്ല. ഫുഡ് കഴിച്ച അപ്പം തന്നെ മോഷൻ പോകുമായിരുന്നു. അപ്പോൾ അതായത് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഫുഡ് പോയ്സണിങ് ആണ് എന്നുള്ളത് കാര്യം ആച്ചൂട്ട് ഛർദ്ദിച്ച കാര്യമൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല. 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ എന്തായാലും ആച്ചൂട്ടിന് ഇപ്പോൾ ബെറ്ററായി വരുന്നുണ്ട്. അപ്പം ഇപ്പോൾ അവൾക്ക് ആരോഗ്യമൊക്കെ വീണ്ടെടുത്തു. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് ഛർദിലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ അറിവില്ലായ്മ കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സിറ്റുവേഷനാണ്. ഡീഹൈഡ്രേഷൻ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. പാച്ചൂട്ടം ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കണതാണ് കേട്ടോ ഇത്. അപ്പോൾ ആച്ചൂട്ടന് ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെയാണ് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവൾ ഫുഡ് കഴിക്കാൻ നേരത്ത് ഞാനെടുത്ത വീഡിയോ ആണ്. പക്ഷെ അവൾ ആ വായിൽ ഇട്ടിരിക്കുന്ന ചോറ് മാത്രമാണ് കഴിച്ചിട്ടുണ്ടായുള്ളൂ. വേറെ ഒന്നും അവൾ കഴിക്കണ്ടായിരുന്നില്ല. അത് തന്നെ എനിക്ക് ആകെ വിഷമമായിരുന്നു. അവൾ പറഞ്ഞു അവൾക്ക് എല്ലാം മേടിച്ച് പെറുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അവളൊരു സാധനം കഴിക്കണ്ടായില്ല. അത് ആ ഒരു ചോറ് മാത്രം കഴിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഇവിടുന്ന് ഡിസ്ചാർജായി പോയിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് അവൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയത് തന്നെ. അപ്പോൾ ഇതൊരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ടൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കൊച്ചു ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാണിച്ചതാണ്. അപ്പോൾ ഞങ്ങളുടെ ടൂർ വീഡിയോയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ. നൂലുണ്ടോ? നൂല് ഞാൻ കളഞ്ഞു തരാച്ചു.